ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. ഇപ്പം ഞാൻ ചെറിയൊരു മോട്ടിവേഷൻ ടോക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ദൈവത്തെ പോലെ ചില ആളുകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എന്താ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ അത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ശരിക്കും ദൈവം തന്നെയാണ് ആ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അയക്കുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ചില നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വന്ന വലിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. മോള് ഒരു പ്രാവശ്യം സ്കൂളിൽ, മോള് UKG-യിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പം സ്കൂൾ തുറക്കുന്ന ആ ദിവസമാണ്. അപ്പം മോള് UKG-യിലാണ് പഠിക്കുന്നത്, ഞാൻ പറഞ്ഞു. അപ്പോൾ ബസ്സിലാണ് മോള് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് നോർമലി ഞാൻ സ്കൂൾ ബസ്സിൽ മോളെ സ്കൂളിലോട്ട് അയച്ചു. അപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ബസ് ഡ്രൈവർക്ക് അറിയത്തില്ലായിരുന്നു അന്ന് മോള് വില്ലയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വില്ല LKG UKG സെക്ഷനൊക്കെ വില്ലയിലായിരുന്നു. അപ്പോൾ വില്ലയിലല്ല, മെയിൻ സ്കൂളിലോട്ടാണ് ക്ലാസ് എന്നുള്ള കാര്യം ബസ് ഡ്രൈവർക്ക് അറിയത്തില്ലായിരുന്നു. ഈ ബസ് ഡ്രൈവർ മോളെ കൊണ്ടുപോയി വില്ലയിലിറക്കി. അപ്പോൾ മോളുടെ കൂടെ ഒരു 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ ആ ഫസ്റ്റ് ഡേ സ്കൂള് കുറച്ച് കുട്ടികളൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോൾ ഒറ്റയ്ക്കായിരുന്നു. വില്ലയുടെ ഫ്രണ്ടിൽ നോർമലി കുട്ടികളെ ഇറക്കിയിട്ട് ഡ്രൈവർ പോവുകയാണ് ചെയ്യുന്നത് ബസ്സുമായിട്ട്. അപ്പോൾ മോളെ ഇറക്കി അയാൾ പോവുകയും ചെയ്തു. മോള് അവിടെ ചെന്നപ്പോഴത്തേക്കും ആരുമില്ല, സ്കൂളിൽ ആരുമില്ല. അപ്പോൾ അന്ന് വില്ലയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല, മെയിൻ സ്കൂളിലായിരുന്നു ക്ലാസ്. ഡ്രൈവർ മോളെ ആക്കിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ മോളെ ആക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ കോൾ വരുവാണ്. ധ്യാനയുടെ മദറാണോ, മോൾ ഇവിടെ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് മോളെ ഒന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആകെ സർപ്രൈസ്ഡായി. അറിയാമല്ലോ, എനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളമാണ്. കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അപ്പം തന്നെ തളർന്നു. മോൾ ഒറ്റയ്ക്കാണ്, ഇവിടെ ആരും ഇല്ല, ഇവിടെ ക്ലാസ്സും ഇല്ല, മോളെ ഒന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മ ഇവിടെ ആരും ഇല്ല, ഈ ആൻറ്റി ഒരു ബോയ് മാത്രമേ ഉള്ളൂ, ഇവിടെ ക്ലാസ് ഒന്നുമില്ല, ടീച്ചേഴ്സ് ആരും ഇല്ല എന്നൊക്കെ പറയുമോ മോള്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ ആൻറ്റിക്ക് മോൾ അവിടെ തന്നെ നിന്നോണം, അമ്മ അറേഞ്ച് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, അമ്മ വരാം, അമ്മ മാമിനെ വിളിച്ച് പറയാം, അമ്മ കോർഡിനേറ്ററെ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെപ്രാളത്തിലാണ്. നമുക്കറിയാമല്ലോ അവസ്ഥ എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നടന്ന കാര്യം ആരെയും ഇൻഫോം ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് അതോറിറ്റീസിൻ്റെ കുഴപ്പമാണ്. നമുക്ക് ആർക്കും ഇൻഫർമേഷൻ ഇല്ല അങ്ങനെ വില്ലയിൽ നിന്ന് മെയിൻ സ്കൂളിലോട്ടാണ് ക്ലാസ് എന്നുള്ളത്. എന്തോ കാരണം കൊണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ലേഡി എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകരുത് കേട്ടോ, മോള് ആരെങ്കിലും വന്ന് എടുക്കാതെ നിങ്ങൾ പോകരുത്, ഞാൻ വിളിച്ച് പറയാതെ അവൾ പോകരുത്, എൻ്റെ മോളെ ഇട്ടിട്ട് പോകരുതെന്ന് പറയുമോ. ഞാനിങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവരൊരു അമ്മയാണല്ലോ, അവരും എന്തോ മിസ്റ്റേക്കിൽ വന്നതാണ്, അവർക്ക് ഇൻഫർമേഷനൊന്നുമില്ല, അവരും സ്കൂളിൽ മോനെ ആക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ അവരോട് ഇങ്ങനെ ബെഗ് ചെയ്യുന്ന പോലെ, നിങ്ങൾ പോരുത് എൻ്റെ മോളെ ഇട്ടിട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ പോകത്തില്ല. അതൊരു ഹിന്ദിക്കാരിയാണ്, മലയാളം പോലും അറിയത്തില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കുവാണ്, നിങ്ങൾ പോകരുത്, മോളെ ഇട്ടിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നെർവസ് ആവുക. അവർക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവും, കാരണം അവരൊരു അമ്മയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നീ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി അഥവാ എന്തെങ്കിലും നിനക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ ആരും വരുന്നില്ലെങ്കിലോ, ഞാൻ നിൻ്റെ മോളെ അവിടെ കൊണ്ട് എത്തിച്ചോളാം, നീ പേടിക്കോ വേണ്ട, മോൾ സേഫ് ഹാൻഡിൽ എത്തുന്നവരെ നീ പേടിക്കോ വേണ്ട, നീ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് സുധാമാമായിരുന്നു, സുധാമാം അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അപ്പോൾ ഞാൻ സുധാമാമിനെ വിളിച്ചു. സുധാമാം പറഞ്ഞു, നല്ലൊരു മാമാണ്. സുധാമാം പറഞ്ഞു, അയ്യോ നീ പേടിക്കേണ്ട, എന്താ സംഭവിച്ചു, അയ്യോ ഇങ്ങനെ സംഭവിക്കുന്ന ഡ്രൈവേഴ്സിന് ഇൻഫർമേഷൻ ചിലപ്പോൾ പോയിട്ടുണ്ടാകത്തില്ല, ഇവിടെയാണ് ഇന്ന് ക്ലാസ്, നീ ഒരിക്കലും ഒരു കാരണവശാലും നീ ടെൻഷൻ അടിക്കേണ്ട, റിലാക്സ് ചെയ്തിരുന്നു, ഞാൻ ഇപ്പം തന്നെ മോളെ പോയി കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു മിസ്സിനെ കൂട്ടിയിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു സാറാണോ അതോ ആരാന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രാഡോയിൽ മോളെ മറ്റൊരു ടീച്ചറുമായിട്ട് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതുവരെ അവരവിടെ മോളോട് സംസാരിച്ച്, മോൾ ഇംഗ്ലീഷിൽ അപ്പം തന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ കൊച്ചിലെ തന്നെ ഇവിടെ കഴിഞ്ഞുകൊണ്ടും കുറച്ച് ആളുകളോട് സംസാരിച്ച് മോൾ ഇംഗ്ലീഷിൽ കുറച്ച് ടോക്കറ്റീവ് ആണ് ആൾ. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ അവർ കുട്ടിയെ നല്ല രീതിയിൽ, അവൾ അങ്ങനൊരു സിറ്റുവേഷനിലാണ് എന്നുള്ള ഒരു അറിയിക്കാതെ അത്രയും കംഫർട്ടാക്കി അവർ മോളെ
അവിടെ നിർത്തി. ആ ഒരു പരിചയം പോലും ഇല്ലാത്ത, ഭാഷയൊന്നും അറിയാത്ത ഒരു ലേഡിയും അവരുടെ മോനും. അപ്പോൾ അവർ ആ സ്കൂളിൽ അവർക്ക് കുട്ടിയെ വേണമെങ്കിൽ മെയിൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോകാം. എന്താ പറയുക, മോൾ അവിടെ നിൽക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നോ എന്ന് കൺസിഡർ ചെയ്യാതിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് വല്ലാത്തൊരു സിറ്റുവേഷനിലുള്ളൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ മോൾ ഒറ്റയ്ക്കാണ് അവിടെ, വേറെ ആരും ഇല്ല. അവരെ മാത്രം, ആ ഒരു ലേഡി അവിടെ ഇല്ലായിരുന്നെങ്കിൽ മോളുടെ അവസ്ഥ എന്താകുമായിരുന്നു? മോൾ അവിടെ കരഞ്ഞ് ചിലപ്പോൾ പേടിച്ച് എവിടെയെങ്കിലും മൂലക്കിരിക്കുക, അല്ലെ സ്കൂള് ബിൽഡിങ് വലിയ ബിൽഡിങ്ങാണ്, എവിടോട്ടെങ്കിലും മുകളിലോട്ട് കയറി പോവുക. ഓപ്പണായിട്ട് കിടക്കുവാണ്. പിന്നെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് ഔട്ട്സൈഡേഴ്സിന്, സ്ട്രേഞ്ചേഴ്സിന് വേണേൽ വന്ന് കയറാം. അങ്ങനെ വന്ന് കയറി ആരെങ്കിലും മോളെ തട്ടിക്കൊണ്ടു പോകും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടാവസ്ഥ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലേഡിയെ ആ ഒരു കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ ഒരു ലേഡി അപ്പോൾ അവിടെ വരേണ്ട കാര്യമില്ല. അവർക്ക് ആ കുട്ടിയെ പിന്നെ അതോ അവിടെ വന്ന് നോക്കിയിട്ട് അവർക്ക് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് മോളെ കണ്ടത്. അല്ലാതെ അവർക്ക് അവരുടെ മെയിൻ സ്കൂളിലേക്ക് പോയിരുന്നേ കാണാൻ പറ്റത്തില്ല. പിന്നെ കണ്ടു ഒരു കുട്ടി അവിടെ നിൽക്കുന്നു, പെട്ടെന്ന് അവർ മൈൻഡ് ചെയ്യാതെ പോയാലും കുട്ടിക്ക് എന്താവും, എൻ്റെ മോൾക്ക് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തെ നേരിട്ട് കാണുക. അന്യഭാഷ സംസാരിക്കുന്ന ഒന്നും എനിക്കറിയത്തില്ല ഇപ്പോഴും. അവരുടെ പേരെന്താണ്, അവരാരാണ്, ഒന്നും അറിയത്തില്ല. ഞാനൊരു 100,000 നന്ദി അവരോട് വിളിച്ചു പറഞ്ഞു. പിന്നെ അവർ മോളെ ആ വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് മോളെ പിന്നെ അവർ ആ മോളെ വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഉടനെ വിളിച്ചു, ഞാനും അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എൻഡ് ചെയ്തു കോൺവെർസേഷൻ. പക്ഷെ നമുക്ക് ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ ഇത് മറക്കാൻ പറ്റാത്തൊരു ഹെൽപ്പാണ്. അതുമാതിരിയുള്ള സഹായങ്ങൾ ഈ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് ചില ആളുകളിലൂടെ ദൈവം തന്നെ നമ്മളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം, മോള് കൊച്ചാണ്, മോൾക്ക് എത്രയും ഒരു 1.5 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ നല്ല വെയിറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അറിയാമല്ലോ പാടാണ്. ഒരുപാട് നടക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ ട്രാവലിംഗ് ടൈമിൽ. ഫ്ലൈറ്റിൽ നിന്ന് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക, പിന്നെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആൾ നല്ല ഇതായതുകൊണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം ലഗേജ് ബാഗൊക്കെ ഉണ്ട്. മോൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു എക്സ്ട്രാ ലഗേജ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ 4 പേര് നേഴ്സുമാരാണ്. അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരുവാണ്. അപ്പോൾ നേഴ്സുമാർ 4 പേര് അവരുടെ മക്കളെ മിസ് ചെയ്ത്. അതിനകത്ത് ഒരാൾ എക്സ്പെഷ്യലി മോൻ ഭയങ്കര കരച്ചിൽ, അമ്മ പോകരുത് അമ്മ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ലേഡിക്ക് കണ്ണുനീര് മാറുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആ മോനെ എന്താ പറയുക, മോനെ ഇങ്ങനെ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടിയെ. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഇവളെ കാണുന്നത്. അപ്പോൾ അവരുടെ കുട്ടിയെ മിസ് ചെയ്ത ആ ഒരു ഫീലും എല്ലാം കൂടെ കൊണ്ട് എന്താണെന്നറിയില്ല, എനിക്ക് കുഞ്ഞിനെ എടുക്കേണ്ടി വന്നില്ല. ഇവർ 4 പേരും മാറി 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 കുഞ്ഞിനെ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കാരണം ആൾക്ക് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ അവളെ എടുത്ത് അങ്ങനെ ഒരുപാട് ദൂരം നടക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അമ്മ ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, അങ്ങനെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എവിടെയാണ് ഏത് സിറ്റുവേഷനിൽ, ഇപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ പോലും പള്ളിയിൽ ഇപ്പം ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പം നടന്നു പോകുമ്പോഴൊക്കെ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു, അയ്യോ മോളെ എടുത്ത് ഞാൻ അങ്ങ് ടയേർഡ് ആകുമോ എന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷേ ഇവരൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എനിക്കിപ്പോഴും അവരുടെ പേരോ അവരുടെ നാടോ അവരുടെ എന്താണ് അവരവിടെ വർക്ക് ചെയ്യുന്നതൊന്നും അറിയത്തില്ല. നേഴ്സുമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇങ്ങനെ പല ആളുകളിലൂടെ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെയാണെങ്കിൽ മോൾക്ക് സ്കൂൾ ബസ്സിൽ സീറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്ന കുറച്ച് ഹിന്ദിക്കാർ കുട്ടികൾ, ഹിന്ദി സംസാരിക്കുന്നവരൊക്കെ സീറ്റ് കയ്യേറുക, അങ്ങനത്തെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബംഗ്ലാദേശി ഹെൽപ്പറാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇഷ്യൂ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ പറയുക, ഈ ബംഗ്ലാദേശി ആളോട് സംസാരിക്കണം, അവർക്ക് അത്ര ഹിന്ദിയൊന്നും അറിയത്തില്ല, അത്രയ്ക്ക് അങ്ങ് ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പോൾ അത് സംസാരിച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബംഗ്ലാദേശി ആളോട് സംസാരിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്രാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ പിന്നെയും ആ കാര്യം ഓർത്തു.
അപ്പോൾ ഇമ്രാനോട് ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുകയാണ്. കാരണം അന്ന് വന്നിട്ട് ആ ബംഗ്ലാദേശ്, അപ്പോൾ അവർ ഇമ്രാൻ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ബംഗ്ലാദേശിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ആ ബംഗ്ലാദേശി ഭാഷയിൽ മറ്റൊരാളോട് സംസാരിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ വരികയാണ് ചെയ്തത്. ഇപ്പോൾ എനിക്കറിയത്തില്ല നമ്മുടെ അതേ നമ്മുടെ കാറ്റഗറി, അതായത് മലയാളീസ് ആയത് പോലും ചെയ്യാത്ത, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്തിന് എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും. ഞാൻ പറയുന്ന മലയാളീസിന് ഹെൽപ്പ് ചെയ്യത്തില്ല എന്നല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മുടെ ആയിട്ടുള്ള കാറ്റഗറി പീപ്പിളിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ല. മലയാളികളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിന്ദിക്കാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ അന്യഭാഷയായിട്ട് അന്യനാടായിട്ടും നമ്മളെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കുകയോ ചെയ്യുന്നത്, അതൊക്കെ ഒരു തരം എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ഇടപെടലാണെന്നാണ് പറയാനുള്ളത്. കാരണം നമുക്ക് അവിടെ ഭാഷ അറിയത്തില്ല, കറക്റ്റായിട്ടുള്ള ഭാഷ പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ കൂടെ സഹകരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ മനസ്സ് തന്നെയാണ്. അപ്പോൾ ഇമ്രാനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ എന്താ പറയുക, അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ദൈവത്തെ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ദൈവത്തെ കാണുന്ന, അല്ലെങ്കിൽ ദൈവികമായ ദൈവം അയക്കുന്ന വ്യക്തികളെ പോലെ കുറേ പേര് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. നമുക്ക് ഊരും അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല, അവരുടെ ഒരു ഡീറ്റെയിൽസും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. അപ്പം ദൈവം തന്നെ കുറച്ച് പേര് നമ്മളെ സഹായിക്കാനായിട്ട് അയക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും അതൊരു സഹായം തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.